ഞാൻ ഈയിടെ ഇവിടെ പോയിരുന്നു. ഗോവയില് ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര കോൺഫറൻസിന് എന്നെ വിളിക്കാൻ കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കമ്മിറ്റിയുടെ മെമ്പറുമാണ്. പോരാത്തിന് ഈ RPWD ആക്ട് നടപ്പിലാക്കുന്ന കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. പാർലമെന്റ് പ്രതിനിധിച്ച ആ കമ്മിറ്റി ഞാൻ അംഗമാണ്. ഞാൻ ശരിക്കും അവിടെ നിന്ന് ആ സമയം അത്രയും എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിയിരുന്നില്ല. കാരണം വെച്ചാൽ ലോകത്തിന്റെ പല ഭാഗത്തും വന്ന കുട്ടികള്. ഗോവ നഗരം അന്ന് മുഴുവനും ഭിന്നശേഷിക്കാരെ കൊണ്ട് നിറഞ്ഞാണ്. ഞാൻ ആമിക്കുന്ന ഹോട്ടലില് എല്ലാ ഫ്ലോറിലും ഭിന്നശേഷിക്കാരാണ്. ലോകത്തിന്റെ പല ഭാഗത്തും വന്നവരാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഈ AI ഒക്കെ വന്നതിന് ശേഷം ഇവരുടെയൊക്കെ ജീവിത നിലവാരത്തിൽ കുറച്ചുകൂടി മാറ്റം പറ്റാനുണ്ടാകുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ മനസ്സിലാക്കി. എന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അപ്പൊ ഈ ഇന്നത്തെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു കുട്ടി ഭിന്നശേഷിക്കാരനാണോ അല്ലയോ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവശക്തനാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഒരിടത്ത് പറയുന്നത് അവരത്ര ഗർഭാശയത്തിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്നാണ്. അത് ഭിന്നശേഷിയാണോ അല്ലാത്തതാണോ എന്ന് തീരുമാനിക്കാൻ നമുക്കൊരു അവകാശമില്ല. ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. എന്റെ മനസ്സിലും നല്ല ചില ആശയങ്ങളുണ്ട്. ഞാൻ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. എന്റെ ഒരു ആഗ്രഹം അതാണ്. അതിന് കുറെ നല്ല ആൾക്കാരുമായിട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ എന്റെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറയുന്നത്, ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞ പോലെ. അപ്പൊ വെച്ചാൽ ഈ കുട്ടികളായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ എത്തുന്ന സ്ഥിതിയില് അതിന്റെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ജോലി പറ്റുന്ന വിധത്തിൽ ചില സംവിധാനങ്ങൾ കൊണ്ടുവരാന്നുള്ളത് അതിന്റെ ഒരു ഡ്രീം, അതിന് മനസ്സിലാക്കുകയാണ്. കാരണം അവരിതിനെ കൂടെ എത്തുകയാണെങ്കിൽ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ കൂടി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാഹചര്യം. ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടൊന്നും പറയില്ല. ഞാൻ അങ്ങനെ തോന്നിയായിട്ട് സ്ഥാപനം പഠിക്കാൻ പോയില്ല. അത് പഴയ ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായിട്ട് സെക്കൻഡറാബാദിൽ ഒരു സ്ഥാപനമുണ്ട്. ഞാൻ പോയി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പോയി. ഇപ്പൊ പല ജാതി ജോലികളും ഈ രക്ഷിതാക്കൾക്കും ചെയ്യാൻ പറ്റില്ല. അവരവിടെ ഇരിക്കുകയല്ല വൈകുന്നേരം വരും. അങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട്. അതിന്റെ വാർഷിക ജനങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്തരം കാര്യങ്ങൾക്ക് ഫലം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉത്സാഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് എന്ത് കാര്യം ഈ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ ചെയ്യാനുണ്ടോ കുറച്ചോ സാഹിത്യത്തെ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇൻഷാല്ലാഹ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. എന്നെ വിളിച്ചത് തന്നെ അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് കുട്ടികരമായ സദസ്സാണ്, വേറെ പരിപാടി പോലെയല്ല. ഇതിൽ നിങ്ങൾ വന്നതും ഇരിക്കുന്നതും പോകുന്നതും ഓരോ കാര്യം ചെയ്യുന്നതും ഓരോ അടിയും പഠിച്ചവൻ ഉണ്ടാക്കും നമുക്ക് ഗുണമുള്ള കാര്യമായി, നമ്മുടെ പരലോകത്തിലേക്കുള്ള ഒരു കാര്യമായി ചെയ്യും. ഈ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരലോകത്തിലേക്ക് ബാക്കി നിൽക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതുവഴി നിങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടി പറയുന്നത് ആഗ്രഹിക്കുകയാണ്. വർഷം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ കുട്ടികൾക്ക് കിരുവത്ത് ചെയ്യാൻ നമുക്ക് ആ കിരുവത്താണ്, നമ്മൾ ആ കുട്ടികൾക്ക് സേവനമാണ്. പക്ഷേ നമുക്ക് അതിന്റെ മറ്റൊരു ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും നമ്മളെ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് പഠിത്തം നൽകിയ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത് കൂടിയാണ് ഈ സംരംഭം. അതുകൊണ്ട് അതിന് നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഉത്സാഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്.